മുഹമ്മദ് ഷിയാസിന്റെ തിരക്കിട്ട പ്രചാരണ പരിപാടികൾക്കിടയിലാണ് എങ്ങനെ പോകുന്നു മുന്നോട്ട്? ഞങ്ങള് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ കൂടെ നിന്ന ഒരു ജനപ്രതിനിധിയാണ് കൊച്ചിക്കുണ്ടായത്. പക്ഷെ അടിസ്ഥാനപരമായി പശ്ചിമ കൊച്ചിയിലെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. ഞാനിപ്പോ തെക്കേ ചെല്ലാനത്ത് നിന്നാണ് ആരംഭിച്ചത്. 3 ദിവസമായി അവിടെ കുടിവെള്ളം എത്തിയിട്ട്. അപ്പോൾ ദിവസങ്ങളോളം കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നില്ല. PHSC സെന്ററുകൾ വർക്ക് ചെയ്യുന്നില്ല. PHSC ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇവിടുത്തെ ആശുപത്രികൾ മട്ടാഞ്ചേരിയിലെയും കരുവേലിപ്പടിയിലെയും ഫോർട്ട് കൊച്ചിയിലെയും ആശുപത്രികൾ അവിടെ ഒന്നും പോയാൽ മതിയായ ചികിത്സയൊന്നും ലഭിക്കുന്നില്ല. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്കയുണ്ട്. ഭൂമി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ആശങ്ക. ഉയർന്ന റോഡ് 1.5 മീറ്ററിലധികം ആണ് റോഡിന്റെ പൊക്കം വരുന്നത്. അപ്പൊ അതൊക്കെ വലിയ ആശങ്കയാണ് ജനങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത്. ആ ടൂറിസം വരുമാന മാർഗം ഇന്ന് നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഫോർട്ട് കൊച്ചി ബീച്ചില്ല. അവിടെ ചിനവലകളെല്ലാം നശിച്ചു കിടക്കുകയാണ്. ഒരു ബാത്റൂം പോലും വിദേശികളായിട്ടുള്ള ആളുകളൊക്കെ വരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ ബാത്റൂമില്ല. അത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും നശിച്ച് ഇരിക്കുകയാണ്. അതിനെതിരായി ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. ജനങ്ങൾക്ക് ഒരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളമാണ് അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകളുണ്ട് എന്നുള്ള രീതിയിലൊരു പ്രചരണങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, കൊച്ചി എപ്പോഴും ഒരു കമ്മ്യൂണൽ ഹാർമണി, ലോകത്തിനും രാജ്യത്തിനും തന്നെ മാതൃകയായ ഒരു നഗരമാണ് കൊച്ചി. അപ്പൊ കൊച്ചിയിലെ എല്ലാ വിഭാഗം, ലത്തീൻ കത്തോലിക്ക സഭ മാത്രമല്ല, എല്ലാ സഭകളും അവരെല്ലാവരും ഒറ്റക്കെട്ടാണ് അക്കാര്യത്തിൽ, ഒരുമിച്ചാണ് നിൽക്കുന്നത്. പിന്നെ ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വളരെ മോശമായ പ്രചരണം അക്കാര്യങ്ങളിലെല്ലാം നടത്തുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായ ആശങ്കകളുണ്ടായി. CPM-ന് അവർ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിമാർ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിമാർ ഒക്കെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും വ്യക്തിപരമായി മോശമാക്കാനും വേണ്ടി എന്താണ് ജനങ്ങളുടെ മനസ്സിൽ തീകോരിയിടുന്ന, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന RSSും BJPയും പറയുന്ന വർഗീയതയേക്കാൾ വലിയ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളായി ഇന്ന് CPM മാറി. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജയപരാജയങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സൗഹൃദ അന്തരീക്ഷത്തെ, ജനങ്ങളുടെ സൗഹാർദ്ദത്തെ, അവരുടെ നല്ല ചിന്തകളെ എല്ലാം തകർക്കാൻ എങ്ങനെയാണ് CPM-ന് കഴിയുക? CPM നേതാക്കന്മാർക്ക് അതാണിന്ന് കേരളത്തിലെ പൊതുരാഷ്ട്രീയം. അതാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയവും അത് തന്നെയാണ്. ആ രാഷ്ട്രീയമാണ് കൊച്ചിയിലെ രാഷ്ട്രീയം. പക്ഷെ കൊച്ചിയിലെ ജനങ്ങൾ, ലത്തീൻ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള സഭകൾ, എല്ലാ ജാതി മതവിഭാഗങ്ങൾ, അവര് മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ വക്താക്കളാണ്. അവര് ഈ നാട്ടിൽ അങ്ങനെ ജനങ്ങൾ തമ്മിലടിക്കണമെന്നോ ജനങ്ങൾ അസന്തുഷ്ടിയോടുകൂടി ജീവിക്കണമെന്നോ അവരാരും കരുതുന്നില്ല. അവര് സന്തോഷത്തോടുകൂടി എല്ലാവരും ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയ ഈ ദുരാരോപണങ്ങളെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നേരിടും. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും കൊച്ചിയിലേത് മതേതരത്വത്തിന്റെ വിജയമായിരിക്കും. ആ ചുവരെഴുത്തുകൾ ജനം വായിക്കും. വിജയം തനിക്ക് UDF-ന് അനുകൂലമായിരിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഷിയാസ് മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനിപ്പോൾ ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.